എല്ലാവർക്കും നമസ്കാരം. ഒരു മാസമായി ഒരു പാസ്റ്റർ പ്രവീൺ പഗഡാല എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആന്ധ്രയിലുള്ളൊരു വ്യക്തിയാണ്. അവിടുന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആന്തരിക പരിശോധനാ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹം അപകട മരണമായിരുന്നു, ബൈക്ക് ആക്സിഡൻറ്റിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും വിശ്വാസ കൂട്ടങ്ങളെല്ലാം കൂടി ഇളകി എല്ലാവരും കൂടെ പറഞ്ഞു അദ്ദേഹത്തെ സുവിശേഷ വിരോധികൾ അപായപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവിടെ ആന്ധ്രയിൽ വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായി. കാരണം അദ്ദേഹം അവിടെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്, അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ മുസ്ലിമാണ്, അമ്മ ക്രിസ്ത്യനാണ്. അങ്ങനെ അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത്. അതുകൂടാതെ അദ്ദേഹം ഒരു IT പ്രൊഫഷണലും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിലുമൊക്കെ അദ്ദേഹത്തിന് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ഹയർ ലെവലിൽ നിന്ന് ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് സുവിശേഷ വേലയിലേക്ക് വന്നത്. ഏറ്റവും നന്നായി ദൈവത്തിന് വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഒത്തിരി മുസ്ലിം പണ്ഡിതന്മാരും ഒക്കെ ആയിട്ട് വാഗ്വാദങ്ങൾ നടത്തുകയും അവരെയൊക്കെ വായടപ്പിക്കുന്ന മറുപടി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം നല്ലൊരു ഒന്നാമത് അദ്ദേഹത്തിന് ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. രണ്ടാമത് അദ്ദേഹം നല്ലൊരു IT പ്രൊഫഷണലാണ് അല്ലേ, അദ്ദേഹത്തിന് നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുവാനായിട്ടിടയായി. എന്തായാലും ആന്ധ്ര സർക്കാർ അത് കാര്യമായിട്ട് തന്നെ അതിനെ എടുത്തിട്ട് അവർ ആ ഒരു കേസ് സിൻസിയറായിട്ട് അതിൻ്റെ കാര്യത്തിൽ അവർ മുൻപോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു പ്രാഥമിക റിപ്പോർട്ട് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വാസികളൊക്കെ കൂടി അടുത്ത ക്യാപ്സൂൾ ഇറക്കി അവർ പറഞ്ഞത് അദ്ദേഹം അവിടെ അവശനായി കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് മദ്യം ഒഴിച്ച് അദ്ദേഹത്തെ മദ്യം കുടിപ്പിച്ച് അങ്ങനെയാണ് മദ്യത്തിൻ്റെ അംശം വന്നത്, അല്ലാതെ അദ്ദേഹം മരിച്ചതല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ആ വാദവും അംഗീകരിച്ചു, ഗവൺമെൻറ് അതും അംഗീകരിച്ചു. അവരെന്ത് ചെയ്തു, ഈ കാര്യത്തിൻ്റെ സത്യം പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി കാര്യമായി തന്നെ അവരതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ ആ അന്വേഷണങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ആന്തരിക പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരികയും അപ്പോൾ പുറത്തോട്ട് വന്നപ്പോഴാണ് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തോട്ട് വരികയും ചെയ്തു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചു എല്ലാം എടുത്തപ്പോഴാണ് ഇദ്ദേഹം അന്നത്തെ ദിവസം, ആ മരണപ്പെട്ട ദിവസം 2-3 മദ്യ ഷോപ്പുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും അവിടുന്ന് മദ്യം പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അതുകൂടാതെ അദ്ദേഹം അങ്ങനെ ബൈക്ക് ഓടിക്കുമ്പോൾ ബാലൻസ് തെറ്റി ബൈക്ക് ഓടിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇനി അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അദ്ദേഹം ഓടിക്കാൻ ശ്രമിച്ചതാണോ എന്നൊക്കെ നമ്മൾക്ക് തോന്നാം. പക്ഷേ ആന്തരിക അവയവ പരിശോധനയിൽ ഇദ്ദേഹത്തിൻ്റെത് കറക്റ്റായിട്ട് ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും നമ്മൾക്കതിനകത്ത് മറ്റൊന്നും പറയാനില്ല. കാരണം എന്താണെന്നറിയാമോ, ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് പോയത് ഞാനൊരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി, അതായത് ഒരു കൺവെൻഷനുണ്ട് അതിനുവേണ്ടി ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ അന്ന് അദ്ദേഹത്തിന് കൺവെൻഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുറച്ച് മാറി അദ്ദേഹത്തിനൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ അവിടെ ഒരു ബൈബിൾ കോളേജും ഏതാണ്ടൊക്കെ അവിടെ പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി നോക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റിലോട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം മദ്യപിക്കുകയും ഈ ഒരു ആക്സിഡൻറ്റ് അദ്ദേഹത്തിന് സംഭവിക്കുവാനുമായിട്ടും ഇടയായി തീർന്നത്. അപ്പോൾ ഓർക്കുക, ഒന്നാമത്തെ കാരണം ഇദ്ദേഹം വീട്ടിൽ നുണ പറഞ്ഞിട്ടാണ് ഇറങ്ങിയതല്ലേ. ഇദ്ദേഹം എന്തിനാണ് അങ്ങനെ നുണ പറയുവാനായിട്ട് ഇടയായി തീർന്നത്? എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മിനിസ്ട്രി ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങൾ വരുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നുണ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, ഇന്ന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് നമ്മുടെ സൈറ്റ് അവിടെ ഉണ്ടല്ലോ, ഞാനത് നോക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പോകാമായിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനൊരു തുറന്ന ഒരു മനസ്ഥിതി ആ ഒരു കുടുംബത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തത് ഇദ്ദേഹം ആദ്യമായിട്ട് മദ്യപിച്ച ആളൊന്നുമല്ലല്ലേ. ആദ്യമായിട്ടാണ് ഇദ്ദേഹം മദ്യപിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രമാത്രം മദ്യം കുടിക്കാനും 2-3 ഷോപ്പുകളിലൊക്കെ കയറി മദ്യം മേടിക്കാനുള്ള ആ ഒരു അത്രയും ഒരു തീഷ്ണതയൊന്നും അദ്ദേഹത്തിന് കാണത്തുമില്ല. എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതിനു മുൻപും പലപ്പോഴായിട്ട് മദ്യം കുടിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മൾക്കറിയാം ഇന്നത്തെ ക്രിസ്ത്യൻ ലോകത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ മദ്യപിക്കുന്നവരാണ്. നമ്മൾക്കറിയാം ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വന്നാൽ എല്ലാവരുടെയും വീടുകളിൽ
മിക്ക വീടുകളിലും 75% വീടുകളിലും ഇന്ന് എന്താണ്? മദ്യസൽക്കാരമാണ്. അതാണ് ക്രിസ്തുമസിൻ്റെയും ഈസ്റ്ററിൻ്റെയും ആഘോഷം എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് കത്തോലിക്കരെ നമ്മൾക്ക് കത്തോലിക്കരാണല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. ഇനി അടുത്തത് വരട്ടെ, നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിലോട്ട് വന്നാലോ? പെന്തക്കോസ്തുകാരിൽ എത്രയോ പേര് മദ്യപിക്കുന്നുണ്ട്. 50% മദ്യപിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. പാസ്റ്റർമാർ മദ്യപിക്കുന്നവരുണ്ട്. ഇതൊന്നും മദ്യപിക്കാത്തതൊന്നുമല്ല, ഇതൊന്നും പുതിയ കഥകളൊന്നുമല്ല, ഇതൊക്കെ ഇതിനകത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പാസ്റ്റർ പ്രവീൺ പകടാലയുടെ കാര്യം കേട്ടപ്പോൾ ഒത്തിരി ഞെട്ടലൊന്നും എനിക്കും ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ ആദ്യം ഈ ന്യൂസ് പറയാതിരുന്നത് നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലോ, സത്യം വെളിയിലോട്ട് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് കരുതി തന്നെയാണ് ഞാനിരുന്നത്. അപ്പോഴാണ് ഇന്നലെ ഇതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് ഞാൻ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആന്തരിക പരിശോധന റിപ്പോർട്ടിനകത്ത് അദ്ദേഹം രാസപരിശോധന റിപ്പോർട്ടിനകത്ത് യഥാർത്ഥ സത്യം പുറത്തോട്ട് വരികയും ചെയ്തു. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം തീവ്രത കുറഞ്ഞു പോയി. ഇദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് അടിപതറി എന്ന് തോന്നിക്കഴിയുമ്പോൾ ആണല്ലോ ആൾക്കാർ മദ്യപിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ആ വഴിക്ക് പോയി കഴിഞ്ഞിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ഒരു മാനസാന്തരം ഉണ്ടാകാതെ ഇദ്ദേഹം ഒരു ഭാഗത്ത് നല്ല പോളിഷ് ചെയ്ത ആത്മീയവും മറുഭാഗത്ത് എന്താണ്? മദ്യപാനം എന്ന ഒരു സ്വഭാവവും, അല്ലേ? അപ്പോൾ നമ്മുടെ വിശുദ്ധ ബൈബിൾ എന്താ പറയുന്നത്? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ അത് പ്രസംഗിക്കുന്ന ആൾ തന്നെ എന്താണ്? പോയിട്ട് മദ്യപിച്ചിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾക്കറിയാം, ഒരു കൺവെൻഷന് മദ്യപിച്ചിട്ടൊക്കെ പോയിട്ട് വേറൊരു പാസ്റ്റർ ആത്മഹത്യ ചെയ്തു നമ്മുടെ കേരളത്തിൽ, അല്ലേ? ഒരു ദേവദാസൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ ദേവദാസനെ കുറിച്ചും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അവസാനം അദ്ദേഹത്തിന് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു 2-3 പാസ്റ്റർമാർ ആത്മഹത്യ ചെയ്തു. ഒരാൾ ഡിപ്രഷൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്തതാണ്. ആ കേസല്ല ഞാൻ പറയുന്നത്. വേറൊരു പാസ്റ്ററിൻ്റെ കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹം തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്ന് നമ്മൾക്കൊക്കെ ന്യൂസ് പിന്നെ പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ ഒത്തിരി മദ്യപിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്, പെന്തക്കോസ്തിനകത്തുണ്ട്. അത് പുതുമയൊന്നുമല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. എൻ്റെ ടോപ്പിക് അതല്ല. ഞാൻ പറയുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആരാധിക്കണം? നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് വേറൊരാളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അല്ലേ? ഞാൻ വലിയ ഭക്തയാണെന്ന് വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് എന്തിനാണ്? അതുകൊണ്ട് നമ്മൾക്കൊന്നും നേടാനില്ല. നമ്മൾക്കത് മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ന് നമ്മളുടെ വിശ്വാസ ജീവിതം തണുത്തെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് ജീവിക്കുക. അത് കഴിഞ്ഞ് ദൈവത്തിന് നമ്മളെ വിടുവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾക്ക് വിടുതൽ ഏറ്റെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് പുറത്തോട്ട് വരും. ഇനി അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ആത്മീയത്തിൻ്റെ വേഷം നമ്മൾ കെട്ടാതിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ആത്മീയ വേഷം നമ്മൾ കെട്ടുന്നുണ്ട് എങ്കിൽ അത് ഹൃദയത്തിൽ നിന്നായിരിക്കണം, നമ്മൾ ആത്മാർത്ഥതയോടെ ആയിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് പോകരുത്. പ്രത്യേകിച്ച് സുവിശേഷ നേതൃത്വം കൊടുക്കുന്നവർ, അത് പാസ്റ്റർ ആകട്ടെ, അച്ഛനാകട്ടെ, മെത്രാനാകട്ടെ, ആരുമാകട്ടെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നേതൃത്വ നിരയിൽ നിൽക്കുമ്പോൾ നമ്മൾ വീണിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയവർ വേണം ആ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട്. നമ്മൾ വീണുപോയി എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ തൽക്കാലത്തേന് അതിനകത്തുനിന്ന് മാറി നിൽക്കുക. നമ്മളൊരു എന്ത് എടുക്കണം? ഒരു ബ്രേക്ക് എടുത്ത് നമ്മൾ മാറി നിന്ന് നമ്മൾ അതിനകത്തുനിന്ന് ഒരു ജയം പ്രാപിച്ചതിന് ശേഷം നമ്മൾ പുൾപിറ്റുകളിലോട്ട് കയറുക. കാരണം ദൈവത്തിൻ്റെ പുൾപിറ്റിലോട്ട് കയറി നിൽക്കുമ്പോൾ നമ്മൾ തോന്നിവാസം കാണിച്ചിട്ടും ദൈവത്തിൻ്റെ പുൾപിറ്റിൽ കയറരുത്. ഇന്ന് ദൈവത്തിൻ്റെ പുൾപിറ്റിൽ കയറി എന്ത് തോന്നിവാസം കാണിക്കാനും ആർക്കും ഭയമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് കൃപായുഗമാണ്, അല്ലേ? പെട്ടെന്ന് അടിയൊന്നും വരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് അതിനൊരു എന്തും വിളിച്ചു പറയുവാനും എന്തും ചെയ്യുവാനും, ഞാൻ എന്ത് ചെയ്താലും ദൈവം അതൊക്കെ കണ്ണടച്ച് വിടുമെന്ന് കുറച്ച് കുറച്ച് ചിന്തകളുമായിട്ട് നടക്കുന്ന ഒത്തിരി ആത്മീയ നേതൃത്വമുണ്ട്. ഇതിന് മേമ്പൊടിയായിട്ട് അവർ പഠിപ്പിക്കുന്നുമുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? പാസ്റ്റർമാർക്കെതിരെ പറയരുത്, അച്ഛന്മാർക്കെതിരെ പറയരുത് എന്ന് വെച്ചാൽ, ഞാനത് എൻ്റെ മിക്ക വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. ചിലപ്പോൾ ഞങ്ങൾ മദ്യപിച്ചിട്ട് ശുശ്രൂഷിക്കും, ചിലപ്പോൾ ഞങ്ങൾ എന്ത് പരിപാടിയും കാണിക്കും. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് ആരും പറയരുത്. അതിന് പല ന്യായീകരണങ്ങളാണ്. സോഷ്യൽ മീഡിയയെ കുറ്റം പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മൾ മലർന്നു കിടന്ന് തുപ്പുകയാണ്. നമ്മൾ ഇവരുടെ മോശമായ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് പറയുന്നത് കൊണ്ട് ജനം അറിയുകയാണ്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ പ്രവീൺ പകടാല, ആ വ്യക്തിയുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയും പെന്തക്കോസ്തുകാരുമാണ് ഇത് പുറത്തോട്ട് കൊണ്ടുവന്നത്. അല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കത്തി നിൽക്കുന്ന സംഭവമാണ്. വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ പുറത്തോട്ട് കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല. ഇതല്ലാതെ തന്നെ ന്യൂസിനകത്ത് ആൾക്കാർ ധാരാളം അറിയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത്, തെറ്റ് ചെയ്തെങ്കിൽ എന്തിനാണ് ഇത്ര വലിയ ഭയപ്പെടുന്നത്, അല്ലേ? തെറ്റ് ചെയ്തെങ്കിൽ അത് ആൾക്കാർ പാടി നടക്കും. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ദൈവം തീർത്തോളും. അത് വേറെ വിഷയം. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മളെ സോഷ്യൽ മീഡിയ ഇട്ട് അലക്കുന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. അത് തെറ്റ് ചെയ്തത് തന്നെയാണ്. ഇനി വേറൊരു ഭാഗത്ത്
ചില പാസ്റ്റർമാർ ഇതിൽ കയറി നിന്നിട്ട് ഇവരെന്തിനാണ് ഈ ഭയപ്പെടുന്നത്? ഇവർ ഭയമാണ്, സോഷ്യൽ മീഡിയകളെ ഭയമാണ്, ഞങ്ങൾക്കെതിരെ പറയരുത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത്? ഇവരുടെ കയ്യിൽ തെറ്റില്ല എങ്കിൽ ഇവരിത് ഭയക്കേണ്ട കാര്യമുണ്ടോ? ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലേ. നമ്മളുടെ കയ്യിൽ തെറ്റില്ല എന്ന് നമ്മളുടെ മനസാക്ഷിയുടെ മുമ്പിലും നമ്മളുടെ ദൈവത്തിൻ്റെ മുൻപിലും നമ്മൾക്ക് നീതി ഉണ്ട് എങ്കിൽ നമ്മൾ വേറെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ എന്തും പറയട്ടെ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ട് എങ്കിൽ. ഇനി നമ്മളിത് തന്നെ റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ എന്തോ ഉണ്ട്, മടിയിൽ എന്തോ കനമുണ്ട്. അതുകൊണ്ടാണ് ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ മെസ്സേജുകൾ എവിടുന്നെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വീഡിയോ കൂടുതൽ ഇറക്കാനാണ് ശ്രമിക്കാറ്. കാരണം എന്താണെന്ന് അറിയാമോ, എനിക്ക് ഈ ഭീഷണിപ്പെടുത്തുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 2 വീഡിയോ കൂടുതൽ ഇറക്കും. കാരണം ഞാൻ ചുമ്മാ ആരെക്കുറിച്ച് അനാവശ്യം പറയത്തില്ല. ഇനി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറയുക തന്നെ ചെയ്യും. ഇനി പറഞ്ഞിട്ട് നമ്മൾക്കൊന്നും പറ്റാനും പോകുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ, അതിന് ഇവർ മേമ്പടിയായിട്ട് പറയുന്നൊരു വചനമുണ്ട്. ഇവർ മോശേനെയാണ് പറയണം. മോശയ്ക്കെതിരെ അഹറോനും അഹറോൻ്റെ സഹോദരിയായ മെരിയാമ്മ മോശയ്ക്കെതിരെ പിറുപിറുത്തു. മോശയ്ക്കെതിരെയല്ല, മോശയുടെ ഭാര്യയ്ക്കെതിരെയാണ് പിറുപിറുത്തത്. അപ്പോൾ അങ്ങനെ പിറുപിറുത്തു. അതിൻ്റെ പേരിൽ അവർക്ക് ദൈവം അവരെ ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. മോശയ്ക്കെതിരെ പറഞ്ഞാൽ, അതല്ലെങ്കിൽ മോശനെ പോലെയുള്ള ദേവദാസന്മാർക്കെതിരെ പറഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടും. അത് ഞങ്ങൾ ഒക്കുന്നുണ്ട് അതിനകത്ത്, യാതൊരു സംശയവുമില്ല. എന്താണെന്നറിയാമോ, മോശ ആരായിരുന്നു? മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? ദൈവം എന്താ പറഞ്ഞത്? സൗമ്യനായ മനുഷ്യൻ എന്നാണ് മോശനെ കുറിച്ച് ദൈവം പറഞ്ഞത്. ഇവിടെ ചിലർ വലിയ സൗമ്യരാന്ന് പറയും, പക്ഷെ ഉള്ളിൽ മൂർഖനായിരുന്നു, എന്നിട്ട് പുറമെയാണ് സൗമ്യത കേട്ടോ ചിലർക്ക്. എന്നാൽ ഈ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മോശ ഉള്ളിലും സൗമ്യനാണ്, പുറത്തും സൗമ്യനാണ്. അതുകൊണ്ട് ആ മോശയ്ക്കെതിരെ പറഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചത്. മോശ എന്താ ദൈവത്തോട് പറഞ്ഞത്, അല്ലേ? മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്, പകരം നിന്റെ തലമുറകളെ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ മറ്റൊരു ജാതിയാക്കി ഉയർത്താമെന്ന് മോശയോട് ദൈവം പറഞ്ഞു. അപ്പോൾ മോശ അവിടെ ശരി കർത്താവേ എന്ന് പറഞ്ഞ് നിന്നുകൊടുത്തില്ല. മോശ എന്താ പറഞ്ഞതെന്നറിയാമോ, മോശയ്ക്ക് അധികാരമോഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോശ എന്ത് പറഞ്ഞു ദൈവത്തോട്? ദൈവമേ, അങ്ങ് വിളിച്ചിറക്കിയ ജനമാണ്, അവരെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ആ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നവനാണ് മോശ. ഇന്നത്തെ പല ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരും എന്താണ്? പുൾപിറ്റിൽ കയറി നിന്ന് അങ്ങ് ജനത്തെ അങ്ങ് ശപിച്ചേക്കുകയാണ്. ഞങ്ങൾ പാസ്റ്റർമാർക്കെതിരെ പറഞ്ഞാൽ, ഞങ്ങൾക്ക് അച്ഛന്മാർക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് വരും, നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കും, അവർ ഗതി പിടിച്ച ചരിത്രമില്ല, ആ ചരിത്രമില്ല, ഈ ചരിത്രമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് ശപിക്കുകയാണ്. എന്നിട്ട് മോശയോട് ഉപമിക്കുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഇല്ല. മോശ അതല്ല. മോശനെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പോലും മോശ എന്താണ്? മോശ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നവനാണ്. അതാണ് മോശ. ആ മോശയ്ക്കെതിരെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ മോശയെ പോലെ സ്വഭാവമുള്ള ദൈവദാസന്മാർക്കും അഭിഷിക്തന്മാർക്കും എതിരെ പറഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ കിടന്നുകൊണ്ട് ഉള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയും ഉള്ള ചട്ടത്തരങ്ങൾ മുഴുവൻ കാണിക്കുകയും എന്നിട്ട് കിടന്നുകൊണ്ട് പുൾപിറ്റിൽ കയറി നിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറയുന്നതിനകത്ത് എന്ത് ലോജിക്കുള്ളത്? പറഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല. കാരണം നിങ്ങൾ വിശുദ്ധരാണ് എങ്കിൽ ആരും ഒന്നും പറയത്തില്ല, വിശുദ്ധരല്ല എങ്കിൽ ആൾക്കാർ പറയും. സോഷ്യൽ മീഡിയയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി രണ്ടാമത്തത് വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾക്ക് ഇതിനകത്തോട്ട് വരാം. നമ്മളുടെ ദാവീദിൻ്റെ ചരിത്രത്തിനകത്തോട്ട് വരാം, അല്ലേ? ദാവീദിൻ്റെ ചരിത്രത്തിനകത്ത് വരുമ്പോൾ ഈ ദാവീദ് ആരായിരുന്നു? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു, അല്ലേ? ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ആര്? ഈ ദാവീദ് എന്ന് പറയുന്നത്, അല്ലേ? എന്നിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റ് പറ്റിപ്പോയി. എന്താ തെറ്റ് പറ്റിയത്? ദാവീദ് ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് മാത്രമാണോ തെറ്റ്? ആ തെറ്റ് മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ ഭർത്താവിനെ എന്ത് ചെയ്തു? ചതിയിലൂടെ കൊലപ്പെടുത്തിയ ആളാണ് ആര്? ഈ ദാവീദ് എന്ന് പറയുന്നത്. പക്ഷേ ഒരൊറ്റ തെറ്റേ ദാവീദിനെ കുറിച്ച് നമ്മൾക്ക് അവിടെ കാണാനുള്ളൂ, അല്ലേ? ദാവീദിൻ്റെ ജീവിതം എടുത്താൽ ആ ഒരു തെറ്റ് മാത്രമേ കാണാനുള്ളൂ. അവസാനം ദാവീദിനെ തെറ്റാന്ന് ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുത്തപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവസ്ഥാനത്തിൽ നെടുമ്പാട് വീണ് കരഞ്ഞല്ലേ? ആ തെറ്റേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ചു. അവിടെ ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി, അല്ലേ? സത്യമാണ്. പിന്നെ ദാവീദ് തെറ്റ് ചെയ്തതായിട്ട് നമ്മൾക്ക് എവിടെയും കാണാനില്ല, അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാം, ദാവീദിൻ്റെ അവസാന കാലഘട്ടം വന്നപ്പം ദാവീദിൻ്റെ കുളിര് മാറ്റാനാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരത്തിയെ പോലും ദാവീദിൻ്റെ റൂമിലോട്ട് കൊടുത്തിട്ട് എന്ത് സംഭവിച്ച്? ദാവീദ് ആ സ്ത്രീയെ കൈകൊണ്ട് തൊട്ടില്ല എന്ന് നമ്മൾക്ക് കാണാം. എന്ന് വെച്ചാൽ അത്രമാത്രം ജീവിതത്തിൽ പിന്നീട് ദാവീദ് എന്ത് ചെയ്തു? വിശുദ്ധി സൂക്ഷിച്ചു എന്ന് നമ്മൾക്ക് ആ വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതേ ദാവീദിൻ്റെ ആ ചരിത്രമാണ് വിശുദ്ധ ബൈബിളിനകത്ത് ഇന്ന് ലോകം മുഴുവൻ വായിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ഹൈഡ് ചെയ്യാമായിരുന്നില്ലേ, അല്ലേ? ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റേ പറ്റിയുള്ളൂ. എന്നിട്ട് ദാവീദ് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ വിശുദ്ധ ബൈബിളിൽ നിന്ന് ബൈബിൾ വായിക്കുന്നവർക്കെല്ലാം ദാവീദിൻ്റെ ആ ഒരു തെറ്റ് ബൈബിളിനകത്ത് കിടക്കുക. നമ്മൾക്ക് എല്ലാവർക്കും അത് വായിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അത് ഹൈഡ് ചെയ്യാതിരുന്നത്? ദൈവം അത് ഹൈഡ് ചെയ്യാതിരുന്നതിൻ്റെ പിന്നിലൊരൊറ്റ കാരണമുള്ളൂ. ദാവീദ് ആരായിരുന്നു? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അത് മാത്രമോ? ഇസ്രയേലിൻ്റെ രാജാവായിരുന്നു, അല്ലേ? ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു. അപ്പോൾ ആ അഭിഷിക്തൻ്റെ ജീവിതത്തിൽ പറ്റിയൊരു തെറ്റിന്
ദൈവം എന്ത് ചെയ്തു? അവിടെ ശിക്ഷയും കൊടുത്തു. ഒപ്പം ദാവീദ് ഏറ്റു പറഞ്ഞപ്പോൾ ദാവീദിനോട് ദൈവം കരുണയും കാണിച്ചു എന്ന് നമ്മൾക്കൊക്കെ വരുന്നവർക്കൊരു പാഠമായിട്ടാണ് അതവിടെ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്യണം? നിങ്ങൾ തെറ്റ് ചെയ്യാതെ ദൈവത്തിനോട് വിശ്വസ്തയോടെ നിൽക്കണം. ഇല്ല എങ്കിൽ ഇതുപോലെ പുറത്തോട്ട് എടുത്തിടും, ശിക്ഷിക്കും. ആ കഥ പുറത്തു വരികയും ചെയ്യും. ഇതാണ് ദൈവം നമ്മൾക്ക് തരുന്ന ആ വചനത്തിലൂടെ തരുന്ന വാക്തത്വം, അല്ലേ? നമ്മൾക്ക് തരുന്ന വാണിങ്ങുകൾ. എന്നിട്ടാണ് ഇവർ കിടന്നുകൊണ്ട് പുൾപ്പിറ്റി കയറി കിടന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറയരുത്. അങ്ങനെ വചനമുണ്ടോ? അങ്ങനെ ഒരു വചനവും ഇല്ല. ദൈവം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ അഭിഷിക്തന്മാരെ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ അഭിഷിക്തന്മാർ? ദൈവം അയച്ചിരിക്കുന്ന അഭിഷിക്തന്മാർ. അത് പഴയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആരായിരുന്നു? അന്നത്തെ കാലത്തല്ലേ പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ടുണ്ട്. അവരെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരെ സ്വീകരിക്കാതെ, അവരെ അംഗീകരിക്കാതെ അവരെ കൊന്നു കളഞ്ഞതൊക്കെയുള്ള ചരിത്രങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ദൈവം പറഞ്ഞത് എൻ്റെ അഭിഷിക്തന്മാർ. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിൻ്റെ അഭിഷേകം കൈകാര്യം ചെയ്യുന്നവൻ. അവനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവനെതിരെ പറഞ്ഞാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വീണുപോയവൻ എവിടെ അഭിഷേകമുള്ളത്? തെറ്റിക്കിടക്കുന്നവൻ എവിടെയാണ് അഭിഷേകമുള്ളത്? അവന് അഭിഷേകമൊന്നുമില്ല. അവൻ അഭിഷിക്തനാകുമോ? അഭിഷിക്തനാകത്തില്ല. ദൈവത്തിൻ്റെ അഭിഷേകം കൈകാര്യം ചെയ്യുന്നവരെല്ലാവരും ആരാണ്? അഭിഷിക്തരാണ്. അത് വിശ്വാസികളുമാണ്, പാസ്റ്റർമാരുമാണ്, അച്ഛന്മാരുമാണ്, കന്യാസ്ത്രീകളുമാണ്, എല്ലാവരുമാണ്. ദൈവത്തിൻ്റെ അഭിഷേകം കൈകാര്യം ചെയ്യുന്നവരൊക്കെ അഭിഷിക്തരാണ്. അപ്പോൾ വിശ്വാസികൾക്കെതിരെ എന്തും പറയാം, എന്നാൽ ആത്മീയ നേതൃത്വത്തിനെതിരെ പറയരുതെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ എന്താണ് ഈ പാസ്റ്റർ പ്രവീണിൻ്റെ ഒരു ചരിത്രം നമ്മളുടെ മുൻപോട്ട് വെക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വം നിൽക്കുന്നവർ ദൈവത്തിന് വേണ്ടി ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതവും ദൈവസന്നിധിയിൽ എന്തുള്ളതായിരിക്കണം? നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ളതായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാ വിശ്വാസിയെ പോലെ വീട്ടിലിരി, അല്ലെങ്കിൽ സാധാ വിശ്വാസിയെ പോലെ ആരാധിച്ചിട്ട് വീട്ടിൽ പോകും. അതല്ലാതെ പുൾപിറ്റിൽ കയറി നിന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നുള്ള ലേബലിൽ കയറി നിന്നിട്ട് നിൻ്റെ ജീവിതത്തിൽ നീ എന്താണ് ഒരു മാതൃകയില്ല എങ്കിൽ ഇതുപോലെ ശിക്ഷിക്കും എന്നുള്ളതിൻ്റെ ഒരു മാതൃക ദൈവം നമ്മൾക്ക് പുറത്തോട്ട് കാണിച്ചു തരികയാണ്. അതാണ് ദൈവം ഇത് പുറത്തോട്ട് ഈ കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ പിന്നിലത്തെ കാര്യം. അതല്ലാതെ ഇത് പുറത്തോട്ട് അങ്ങ് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നവന് തെറ്റില്ല. ഇതിനി പറയുന്നവർക്ക്, അല്ലേ? തെറ്റ് ചെയ്യുന്നവർക്ക് വിഷയമില്ല, അത് പറയുന്നവർക്കാണ് പോലും പ്രശ്നമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ആ ഒരു വാദത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ ആരെയും കുറ്റം വിധിക്കാനും നിൽക്കുന്ന ആളല്ല. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ആദ്യം വിചാരിച്ചു, അല്ലേ, ഇദ്ദേഹത്തെ സുവിശേഷ വിരോധികൾ തല്ലിക്കൊന്നതാണ് എന്നാണ് വിചാരിച്ചത്, ഇദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണ് വിചാരിച്ചത്. പക്ഷേ അതല്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം എന്താ പറയുക, മദ്യവെച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കാനൊന്നും നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അതല്ലാതെ എൻ്റെ ലക്ഷ്യം മറ്റുള്ളവരുടെ തെറ്റിതിൻ്റെ പുറത്തോട്ട് വിളിച്ചു പറയുക എന്നുള്ളതൊന്നുമല്ല. ഞാൻ വലിയ അതിവിശുദ്ധിയൊന്നുമല്ല. ഞാനും ഒരു സാധാരണ സ്ത്രീയാണ്. അത്യാവശ്യം കുശുമ്പും അത്യാവശ്യം ദേഷ്യവും അത്യാവശ്യം കോപവും ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ അഭിഷിക്തരാണെന്നുള്ള വേഷം കെട്ടി നടക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ എന്താണ്, നമ്മൾക്ക് മാതൃകയില്ല എങ്കിൽ ദൈവം നമ്മളെ മാതൃകയുള്ളവരാക്കി തീർക്കും, പഠിപ്പിക്കും. ഇതൊന്നും ഞാൻ ജസ്റ്റ് പറയുവാനായി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്തിട്ട് അത് വേറൊരാളുടെ തലയിലോട്ട് നമ്മൾ കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി ചില പാസ്റ്റർമാരുണ്ട്, അവർ പറയും, അവർ കുറച്ച് കഴിയുമ്പോൾ പറയും, ഞങ്ങൾക്കെതിരെ പറയരുത്, നീ പറയുന്ന പുള്ളികളുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിക്കും, ഇവരുടെ തലപ്പത്തിരുന്ന ദൈവദാസന്മാരെ കണ്ണീര് കുടിപ്പിച്ചവരാ. അവരെ കണ്ണീര് കുടിപ്പിച്ച ടീമുകളാണ് ഇന്ന് കയറി നിന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സമയം വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി അതിൻ്റെ വേദന എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. അത് ദൈവം പഠിപ്പിക്കുന്നതാ. കാരണം ഇവർക്ക് മുൻപേ ഉണ്ടായിരുന്ന ദേവദാസന്മാരെ ഇവർ കണ്ണീര് കുടിപ്പിച്ചപ്പോൾ അതിൻ്റെ വേദന എന്താണെന്ന് കുടിപ്പിച്ച നീയും കൂടി ഒന്നും അറിയണ്ടേ? അതിൻ്റെ സ്റ്റേജിൽ കയറി നിന്നിട്ട് പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരോടെയാണെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഇനി നമ്മൾ നേരല്ല, നമ്മൾ കുറുക്ക് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുമൊന്നുമില്ല. നിങ്ങളിനി എത്ര കയറി കിടന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞാലും ദൈവം പക്ഷത്ത് നിൽക്കത്തൊന്നുമില്ല. അത് വേറൊരു വിഷയം. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ വേറൊരു കൂട്ടരെക്കുറിച്ച് പറയാം. ഈ സ്ത്രീകൾ, കുറച്ച് ബലഹീന സ്ത്രീകളുണ്ട് കേട്ടോ. അവരാണ് ഇതുപോലെയുള്ള കുറേ എന്താ പറയുക തരികടകളായ പാസ്റ്റർമാരെയും അച്ഛന്മാരെയും ഒക്കെ വളർത്തുന്നത് കേട്ടോ. ഇവരുടെ തെറ്റുകൾ പുറത്തോട്ട് ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവരങ്ങ് ഇറങ്ങിക്കുക, ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ സഭ. ഈ സഭ എന്ന് പറയുന്നത് എന്താണ്? സഭ ഈ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇവരെ താങ്ങുന്ന വ്യക്തികളെ മാത്രം ഉള്ളതാണോ സഭ? അല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരൊറ്റ സഭയുള്ളത്. ഏത് സഭയാണ്?
കറ വാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടി സഭ അല്ലേ? അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന മക്കളൊക്കെ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു കൂട്ടത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഓരോരുത്തൻ തെറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ തെറ്റ് വിളിച്ചു പറയുമ്പോൾ അത് സഭയ്ക്കെതിരെയല്ല പറയുന്നത്, അത് ആ വ്യക്തിക്കെതിരെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോധമില്ല. പകുതി പെണ്ണുങ്ങൾക്ക്, ഈ പെണ്ണുങ്ങളാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഈ ഞങ്ങളുടെ പാസ്റ്ററിനെതിരെ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനെതിരെ പറഞ്ഞു, ഞങ്ങളുടെ മെത്രാനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പെണ്ണുങ്ങളാണ് നടക്കുന്നത്. പകുതി എണ്ണത്തിന് വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, പറയുന്നത് കേൾക്കത്തില്ല. എന്നിട്ട് അങ്ങനെയാ പറഞ്ഞേ ഇങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഇത് പറഞ്ഞതല്ല ഇവർ പറയണേ, അവൾ അങ്ങനെയാ പറഞ്ഞേ, അല്ലെങ്കിൽ അവൻ അങ്ങനെയാ പറഞ്ഞേ. എന്നിട്ടോ ശരിക്കും കേട്ടോ? ഇല്ല, കേട്ടില്ല. പിന്നെ ആരാ പറഞ്ഞു? അതേ അവള് പറഞ്ഞു, ഇവള് പറഞ്ഞു. എന്നിട്ടാണ് ഇവർ വലിയ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ഇങ്ങനെയുള്ളതുങ്ങളെ ആദ്യം മര്യാദയ്ക്ക് ഇരുത്തണം. ഇങ്ങനെയുള്ളവളുമാരെ മര്യാദയ്ക്ക് ഇരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവും? ഇവർ നേരെയാകും. ഇവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, ഇവർ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ആരും ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഇവർ മര്യാദയാകും. അത് ഓരോരുത്തരുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 100 പേര് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ തെറ്റ് എന്താണെന്ന് നമ്മൾക്ക് ബോധ്യമാകത്തില്ല. നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ഇതുങ്ങളാണ് ഈ ആത്മീയ ഗോളത്തെ തകർക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ തെറ്റ് ചെയ്യുന്നവരെ എന്താ പറയുക, ഞങ്ങളുടെ പാച്ചർ, ഞങ്ങളുടെ അച്ഛന്, ഞങ്ങളുടെ മെത്രാന് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങൾ നടക്കും. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ കേട്ടു. നമ്മുടെ കത്തോലിക്ക സഭയിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഈ മാതാവിൻ്റെ രക്തക്കണ്ണീർ, പിന്നെ എന്താണ് ഇത്, മാതാവിൻ്റെ എന്താ പറയുക, ഇത് വരുന്നു, മാതാവിൻ്റെ പ്രതിമയിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരുന്നു ഒരു കൂട്ടർ. ഇനി മറ്റേതെന്താണ്, തിരുവോസ്തി വായിലോട്ട് വെക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇത് വരുന്നു, അത് മാംസകഷ്ണമായി മാറുന്നു, രക്തം വരുന്നു. ഇങ്ങനെയുള്ള സകല ഇടപാടുകളും എടുത്തു. ഇതൊന്നും ആണുങ്ങൾക്കല്ല കിട്ടുന്നത് കേട്ടോ. ഇത് മുഴുവൻ കിട്ടുന്നത് പെണ്ണുങ്ങൾക്ക്. ആണുങ്ങൾക്കല്ല കിട്ടുന്നത്, അച്ഛന്മാർക്കും കിട്ടാറില്ല. ഇത് മുഴുവൻ ഈ കുറച്ച് വീട്ടമ്മമാർക്കാണ് കിട്ടുന്നത്, വേറെ ആർക്കും ഇത് കിട്ടാറില്ല. അവിടെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ബോധവും വിവരവും വചനവും എന്താണെന്നും ദൈവം എന്താണെന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടലുകളുമായിട്ട് ചില പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവരെ അങ്ങ് കുട പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു വരുമാന ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് സപ്പോർട്ടുമായിട്ട് ഇറങ്ങും. ഇതൊക്കെ തന്നെയാണ് ഈ ആത്മീയ മേഖലകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, നമ്മളൊരു കാര്യം ആലോചിക്കുക. എനിക്കിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാ വിശ്വാസിയാണ്. ഞാൻ സംസാരിക്കുന്നതും സാധാ വിശ്വാസികളോടാണ്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും, ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുള്ള കാര്യമാണ്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. എന്തിനാ? നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുക, അല്ലേ? ഹൃദയത്തെയും ഉൾപ്പുകളെയും അറിയുന്ന ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റേ നമ്മൾക്ക് വേണ്ടൂ. ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റോ അടുത്തിരിക്കുന്നവൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പോയി ആരാധിക്കുന്ന ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെയോ സർട്ടിഫിക്കറ്റ് അല്ല നമ്മൾക്ക് വേണ്ടുന്നത്. എല്ലാവരും കൈയടിക്കുമ്പോൾ നമ്മൾ കൈയടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് കൈയടിക്കാൻ തോന്നിയാൽ നമ്മൾ കൈയടിക്കുക. എല്ലാവരും സ്തോത്രം പറയുന്നത് കേട്ട് ഞാനും സ്തോത്രം പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. എനിക്കത് സ്തോത്രം പറയേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലാണ് നമ്മൾ സ്തോത്രം പറയേണ്ടത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ ആരാധിക്കുക. ഇല്ല എങ്കിൽ ആ പണിക്ക് പോകാതിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ഹൃദയ പരമാർത്ഥത, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരെ ആരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് ആരെയാണ്? നമ്മൾ ദൈവത്തെ നോക്കുക. നമ്മളുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ദൈവമാണ് നമ്മളുടെ ദൈവം, അല്ലേ? ആ ദൈവം സത്യസന്ധനാണ്, നീതിമാനാണ്. അതുകൊണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ നീതിമാനായ, സത്യസന്ധനായ, വിശുദ്ധനായ ദൈവത്തെ അതുപോലെ ആരാധിക്കുവാനുള്ള ഒരു കൃപ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കാം. നമ്മളോട് ദൈവം ആത്മാർത്ഥത കാണിക്കുമ്പോൾ ആ ഒരു ആത്മാർത്ഥത തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എത്ര അഭിനയിക്കാൻ പോയാലും അത് ഒരു നാൾ പുറത്തോട്ട് ഇതുപോലെ പുറത്തോട്ട് വരും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.